ഹലോ എവ്രി വൺ. അങ്ങനെ നമ്മൾ ആദ്യത്തെ SSLC എക്സാമൊക്കെ എഴുതി റിലാക്സ്ഡ് ആയിട്ടിരിക്കുകയാണ്. ഇനി അടുത്ത എക്സാം മാർച്ച് 5-ാം തീയതി ഇംഗ്ലീഷാണ്. ഉറപ്പായിട്ടും 80 മാർക്കിൻ്റെ 15ഓളം ചാപ്റ്റേഴ്സുള്ള 6 ഗ്രാമർ ടോപ്പിക്കുകളുള്ള ഒരു വലിയ സബ്ജക്റ്റാണ്. സോ ഇനിയുള്ള ഈ 1.5 ദിവസം അത്രമേൽ സിസ്റ്റമാറ്റിക്കായി പ്ലാൻ ചെയ്താൽ മാത്രമേ ആ സബ്ജക്റ്റിൽ നമുക്ക് A+ കിട്ടും. അങ്ങനെ ഈ 1.5 ദിവസത്തെ ഏത് രീതിയിൽ പ്ലാൻ ചെയ്യണം എന്ന് പറയുന്ന ഒരു ഗംഭീരമായ പ്ലാനാണ് ഈ വീഡിയോ. ആൻഡ് ഉറപ്പായിട്ടും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മൾ ആദ്യം മാർച്ച് 3-ാം തീയതി വൈകുന്നേരം മുതൽ എന്ത് ചെയ്യും എന്നൊന്ന് പ്ലാൻ ചെയ്യാം. എനിക്കറിയാം ഒരുപാട് പേർക്ക് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ആദ്യം വരുന്ന കൺഫ്യൂഷൻ ഗ്രാമറാണ്. നമുക്ക് 6 ഗ്രാമർ ടോപ്പിക്കുകളാണുള്ളത്. റിപ്പോർട്ടഡ് സ്പീച്ച്, കോൺവെർസേഷൻ കംപ്ലീഷൻ, എഡിറ്റിംഗ്, ഫ്രേസൽ വെർബ്സ്, നൗൺ ഫ്രേസ് ആൻഡ് വെർബ് ഫ്രേസ്, പ്രപ്പോസിഷൻസ്. സോ ഈ 6 ടോപ്പിക്കുകളും ആദ്യമേ പഠിച്ചു വെച്ച് അതിലെ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് വളരെ ക്രൂഷ്യലാണ്. കാരണം അടുത്ത ദിവസം മാർച്ച് 4-ാം തീയതി നമ്മൾ ഗ്രാമറിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡിസ്കോഴ്സുകളും ചാപ്റ്ററും ഒക്കെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും രസമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് തന്നെ ഇരുന്നിട്ട് ഈ പറയുന്ന 6 ഗ്രാമർ ടോപ്പിക്കുകളും ഒന്ന് റിവൈസ് ചെയ്ത് പറ്റാവുന്ന അത്രയും ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക എന്നതാണ്. സാർ അതെങ്ങനെയാണ് സാർ? ഞങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുക. ഞങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയം പോവില്ലേ, ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ? നിങ്ങൾ ആ ടെൻഷൻ ഒന്നും വേണ്ട. അതിനുവേണ്ടി ഓൾറെഡി നമ്മളൊരു 6 മണിക്കൂർ ലെങ്ത്തുള്ള ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ട് ഏറ്റവും ഇലാബറേറ്റഡ് ആയിട്ട് ഈ മുഴുവൻ ഗ്രാമർ ടോപ്പിക്കുകളും ഗംഭീരമായി ചെയ്തു വെച്ച ഒരു ലൈവ് വീഡിയോ നിങ്ങൾ ഓൾമോസ്റ്റ് ഒരുപാട് പേര് അത് കണ്ടിട്ടുണ്ട്. ഇപ്പം തന്നെ ആ വീഡിയോയ്ക്ക് ഓൾമോസ്റ്റ് 4 ലക്ഷം വ്യൂസും ഏകദേശം 3200ഓളം കമൻറ്റുകളൊക്കെ ഉണ്ട്. സോ ഈ നമ്പറുകളൊക്കെ അപ്പുറത്തേക്ക് അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്നതറിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. ആൻഡ് ഇന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ആ വീഡിയോയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്കുകൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യാവുന്നതാണ്. അവിടെ നിങ്ങൾക്കൊരു 2x സ്പീഡിൽ അത് കേൾക്കുകയാണെങ്കിൽ ഒരുപാട് സമയം ലാഭിക്കാം. മാത്രമല്ല വീഡിയോ കൃത്യമായി ടൈം സ്റ്റാമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റിപ്പോർട്ട് സ്പീച്ചാണ് വേണ്ടെങ്കിൽ, കോൺവെർസേഷൻ കംപ്ലീഷനാണ് വേണ്ടെങ്കിൽ, എഡിറ്റിംഗ് ആണെങ്കിൽ വേണ്ടെങ്കിൽ ആ സ്പെസിഫിക് ടോപ്പിക്ക് മാത്രം എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് കാണുക, അടിപൊളിയായിട്ട് അതിൽ കോൺഫിഡൻസ് ഉണ്ടാക്കി വെക്കാം. ഇതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതൊക്കെ കഴിഞ്ഞ് ഇന്ന് അതായത് മാർച്ച് 3-ാം തീയതി വൈകുന്നേരം ഒരു 7:15 ആവുന്ന സമയത്ത് നമ്മൾ ഇന്ന് ആദ്യത്തെ മിനി മാരത്തണിലേക്ക് പോവാണ്. ആ മാരത്തണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് പഠിക്കാനുള്ള 15 ചാപ്റ്റേഴ്സും ഡീറ്റെയിൽഡ് ആയിട്ട് ലൈൻ ബൈ ലൈൻ പോയംസൊക്കെ നമ്മൾ ലൈൻ ബൈ ലൈൻ ആയിട്ട് പോകും. അപ്പോൾ ആ ലൈവ് നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. കാരണം നിങ്ങളൊരു 7:15 മുതൽ ഒരു 11:15 വരെ നമ്മുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് ഞാനും JD സാറും ഉണ്ടാവും. സോ ഞങ്ങളുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ അറിയാതെ തന്നെ ആ ചാപ്റ്റേഴ്സൊക്കെ ഒരു തവണ കൂടെ റിവൈസ് ചെയ്യുന്നു. പരീക്ഷയ്ക്ക് ഒരു ദിവസം മുമ്പ് തന്നെ കുറേ കാര്യങ്ങൾ പഠിച്ചു എന്നുള്ള ആ കോൺഫിഡൻസിലേക്ക് നമ്മൾ വരുന്നു. ഇനി നമ്മൾ മാർച്ച് 4-ാം തീയതിയിലേക്ക് പോകുന്നു, പരീക്ഷയുടെ തലേ ദിവസം. പരീക്ഷയുടെ തലേന്ന് വളരെ ക്രൂഷ്യലാണ്. അന്ന് നിങ്ങൾ ഒരിക്കലും ഈ ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ വായിച്ചിട്ട് ടെൻഷൻ അടിക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഓൾറെഡി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫോർമാറ്റുകളിൽ, ഡിസ്കോഴ്സുകളിൽ ഫോക്കസ് ചെയ്യേണ്ട സമയമാണ്. ഫോർ എക്സാമ്പിൾ, അഡ്വഞ്ചേഴ്സിൻ്റെ ബനിയൻ ട്രീ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആദ്യം മുതൽ വായിക്കുക എന്നതിനേക്കാൾ പ്രധാനം അഡ്വഞ്ചേഴ്സിൻ്റെ ബനിയൻ ട്രീയിൽ വരാൻ സാധ്യതയുള്ള നറേറ്റീവ്, റൈറ്റപ്പ്, ക്യാരക്ടർ സ്കെച്ച്, ലെറ്റർ, ഇതിനെയൊക്കെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കുക എന്നുള്ളതാണ്. 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. അന്ന് രാവിലെ മുഴുവൻ നിങ്ങൾക്ക് ഈ പഠിച്ച ഗ്രാമറുകളും ഡിസ്കോഴ്സുകളും ചാപ്റ്ററും ഒരു റൗണ്ട് റിവൈസ് ചെയ്യാം. ഇനി എഴുതി പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ പ്രധാനപ്പെട്ട റൈറ്റപ്പുകളൊക്കെ ഒരു ന്യൂസ് പ്രിൻ്റ് മേടിച്ച് എഴുതി നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം അല്ലെങ്കിൽ മാർച്ച് 5-ാം തീയതി രാവിലെ മാത്രം നമ്മൾ ഈ പേനയുടെ അറ്റത്ത് ഇംഗ്ലീഷ് ഇങ്ങനെ ഫ്ലുവൻ്റായിട്ട് ഒഴുകും എന്ന് വിശ്വസിക്കുന്ന മണ്ടത്തരാണ്. സോ ആ എഴുതി പ്രാക്ടീസ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കോണ്ടന്റ് വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ കൃത്യമായ ഇൻ്റർവെൽസിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നൗ കംസ് ദ മോസ്റ്റ് ക്രൂഷ്യൽ പാർട്ട്, പരീക്ഷയ്ക്ക് മുമ്പുള്ള നമ്മുടെ മെഗാ മാരത്തൺ. മാർച്ച് 4-ാം തീയതി വൈകുന്നേരം കൃത്യം 7:15 നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യാം. ആ ലൈവിൽ വീണ്ടും നമ്മൾ ചാപ്റ്റേഴ്സ് ലൈൻ ബൈ ലൈൻ പോകാനോ അല്ലെങ്കിൽ സമ്മറി പറയാനോ ഒന്നും നിൽക്കില്ല. പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഡിസ്കോഴ്സുകളും അതിൻ്റെ സാമ്പിൾ ആൻസേഴ്സും ഗ്രാമർ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യും. 7:15 തുടങ്ങുന്ന ഈ ലൈവ് മാക്സിമം 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ വൈൻഡപ്പ് ചെയ്യും. കാരണം ആ പഠിച്ച കാര്യങ്ങൾ ഒരു തവണ കൂടെ ഒരു ഫാസ്റ്റ് റിവിഷൻ നടത്തിയിട്ട് ഗംഭീരമായിട്ട് കിടന്ന് ഉറങ്ങാനുള്ള ഒരു സമയം നമുക്ക് വേണം. ആൻഡ് ഇത്രയും കാര്യങ്ങളാണ് അടുത്ത 1.5 ദിവസത്തിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ആൻഡ് ഇതൊക്കെ കഴിഞ്ഞ് മാർച്ച് 5-ാം തീയതി എക്സാം എഴുതാൻ പോകുന്നതിൻ്റെ അന്ന് രാവിലെ കൃത്യം 6 മണിക്ക് നമ്മൾ ഈ പഠിച്ച മുഴുവൻ കാര്യങ്ങളെയും വളരെ വേഗത്തിൽ, നിങ്ങൾക്ക് ഓൾറെഡി കാര്യങ്ങളൊക്കെ അറിയാം എന്നുള്ളൊരു പ്രീ കൺസീവ്ഡ് നോഷനിൽ റിവൈസ് ചെയ്ത് തരുന്നു.
എന്ന് വെച്ചാൽ നിങ്ങൾ എക്സാം ഹോളിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് വരെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ആൻഡ് ഈ ഓരോ കാര്യങ്ങളും കൃത്യമായി പ്ലാൻ ചെയ്ത് ഷെഡ്യൂൾ ചെയ്തിട്ടാണ് ഇങ്ങനൊരു പ്ലാൻ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ പ്രപ്പോസ് ചെയ്യുന്നത്. സോ ചോദ്യം, നിങ്ങൾ ഈ പ്ലാൻ്റെ കൂടെ നിൽക്കാൻ, കട്ടയ്ക്ക് നിൽക്കാൻ തയ്യാറാണോ എന്നുള്ളതാണ്. ഇത്തവണത്തെ ഇംഗ്ലീഷിൽ ഉറപ്പായിട്ടും നമ്മൾ A+ മിനിമം വാങ്ങും. കാരണം നമ്മൾ എയിം ചെയ്യുന്നത്, നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് 80 ഔട്ട് ഓഫ് 80 ആണ്. സോ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഓക്കെ, ആൻഡ് ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾ റെഡിയാണോ എന്നുള്ളതൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. താങ്ക് യു.